നമസ്കാരം. പഞ്ചശക്തി ടാരോട്ട് സ്പിരിച്വൽ വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് യൂണിവേഴ്സ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് എന്താണെന്ന് നോക്കാം. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് ആണ്. എപ്പോൾ മുതൽ കാണുന്നു അപ്പോൾ മുതൽ റെസിനേറ്റ് ആയി തുടങ്ങും. ഇത് ഒരുപാട് പേരുടെ എനർജീസ് വരുന്ന റീഡിംഗ് ആണ്. യാതൊന്നും ആരും ഫോഴ്സ്ഫുള്ളി റെസിനേറ്റ് ചെയ്യരുത്. ആവശ്യമുള്ളത് മാത്രം എടുത്തിട്ട് ബാക്കിയുള്ളത് വിട്ടേക്കുക. നിങ്ങളുടെ പേഴ്സന്റെ മുഖം മനസ്സിൽ വിചാരിച്ച് എനർജി കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുക. ജസ്റ്റ് ഒന്ന് മെഡിറ്റേറ്റ് ചെയ്യുക. ഓക്കെ. നിങ്ങൾക്കായി യൂണിവേഴ്സ് ഇന്ന് പറയാൻ പറഞ്ഞിരിക്കുന്ന മെസ്സേജുകൾ ഇതൊക്കെയാണ്. ഫസ്റ്റ് വന്നിരിക്കുന്നത് ദ ടെമ്പറൻസ് കാർഡാണ്. ടെമ്പറൻസ് കാർഡ് പറയുന്നത് ഈ റിലേഷൻ്റെ കാര്യത്തിൽ നിങ്ങൾക്ക് മുന്നോട്ടൊരു മൂവ്മെൻറ്റ് ഉണ്ടാകുമെന്നാണ്. ഈ റിലേഷൻ ഒരു ബാലൻസിൽ പോകും എന്ന് കാണിക്കുന്നുണ്ട്. നിങ്ങളുടെ റിലേഷനിൽ ഇപ്പം നടക്കുന്ന ഇഷ്യൂസ് എന്തൊക്കെയാണെങ്കിലും അതിലൊരു മൂവ്മെൻറ്റ് ഉണ്ടാവുമെന്ന് കാണിക്കുന്നു. ഈ റിലേഷൻ സ്മൂത്ത് ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്നാണ് കാണിക്കുന്നത്. ഇപ്പോൾ നടക്കുന്ന പ്രശ്നങ്ങളിലേക്ക് ഒന്നും ഫോക്കസ് ചെയ്യാതെ പോസിറ്റീവായിട്ട് ഉള്ള തോട്ട്സോടെ ഇരിക്കുക. ഈ റിലേഷനിൽ ഫ്യൂച്ചറിൽ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നടക്കും എന്ന് വിഷ്വലൈസ് ചെയ്യുക. ഒരു ബാലൻസിലേക്ക് ഈ റിലേഷൻ എത്തും എന്ന് തന്നെയാണ് കാണുന്നത്. അതുകൊണ്ട് യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ് കിട്ടും. ധൈര്യമായിട്ട് ഇരിക്കുക. അടുത്തത് വന്നിരിക്കുന്ന 5 ഓഫ് പെൻറ്റക്കിൾസ് ആണ്. നിങ്ങളിപ്പോൾ കടന്നു പോകുന്ന മാനസികാവസ്ഥ അതാണ് 5 ഓഫ് പെൻറ്റക്കിൾസിലൂടെ കാണിക്കുന്നത്. നിങ്ങൾ ഈ റിലേഷൻ നഷ്ടപ്പെട്ട ഒരു എനർജിയിൽ നിൽക്കുന്നു. ഒരുപാട് എഫേർട്ട് എടുത്ത് മുന്നോട്ട് പോകുന്ന ഒരു എനർജിയാണ് ഇപ്പോൾ കാണുന്നത്. നിങ്ങളുടെ പേഴ്സൺ ഇനി വരില്ല എന്ന് നിങ്ങളോട് പറഞ്ഞിട്ടായിരിക്കും ഈ റിലേഷനിൽ നിന്ന് ഇറങ്ങിപ്പോയിട്ടുണ്ടാവുക. ഈ റിലേഷൻ കംപ്ലീറ്റ്ലി എൻഡായി, ഇനി ഞാൻ വരില്ല, നീ ഞാൻ പ്രതീക്ഷിക്കേണ്ട എന്ന് പറഞ്ഞിട്ട് മുന്നോട്ട് പോയ ഒരു പേഴ്സൺ ആയിരിക്കും. നിങ്ങൾ ശരിക്കും തകർന്നു നിൽക്കുന്ന ഒരു എനർജിയാണ്. ഇനി നിങ്ങൾ മുന്നോട്ട് എന്ത് ചെയ്താൽ ഇതിന് റിസൾട്ട് ഉണ്ടാകുമെന്ന് ആലോചിച്ച് നിൽക്കുന്ന ഒരു എനർജിയാണ്. നിങ്ങളുടെ പേഴ്സൺ പറഞ്ഞിട്ടുണ്ടാവും ഇഷ്യൂസ് ഉണ്ടായപ്പോഴത്തേക്ക്, ഇഷ്യൂസ് ഫുള്ളും ക്രിയേറ്റ് ചെയ്യുന്ന ആൾ നീയാണ്, ഞാനായിട്ട് യാതൊരുവിധ പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നില്ല, അതുകൊണ്ട് ഇതിൽ വരുന്ന ബ്രേക്കപ്പിനുള്ള ഉത്തരവാദിത്വം നിനക്ക് തന്നെയാണ് എന്ന് പറഞ്ഞ് നിങ്ങളെ കുറ്റപ്പെടുത്തിയിട്ടുണ്ടായിരിക്കും പോയിട്ടുണ്ടാവുക. അതൊക്കെ നിങ്ങൾക്ക് ഓർത്തിട്ടായിരിക്കും ഭയങ്കരമായിട്ട് നിങ്ങൾ വിഷമിക്കുന്നതായിട്ടൊരു എനർജി കാണുന്നു. പെയിൻഫുൾ സിറ്റുവേഷനിലൂടെ നിങ്ങൾ കടന്നു പോകുന്നുണ്ട് എന്നാണ് കാണിക്കുന്നത്. അടുത്ത വന്നേക്കുന്ന സ്റ്റാർ കാർഡാണ്. ടെമ്പറൻസ് കാർഡ് പറഞ്ഞ പോലെ സ്റ്റാർ കാർഡിൽ ഈ റിലേഷനിൽ ഒരു ഹോപ്പ് ആണ് കാണിക്കുന്നത്. റിലേഷനിൽ ചേഞ്ച് വരുമെന്ന് തന്നെയാണ് കാണിക്കുന്നത്. യൂണിവേഴ്സിൻ്റെ ഭാഗത്തുനിന്ന് ഒരു ബ്ലെസ്സിങ് നിങ്ങൾക്ക് ഉണ്ടാവാൻ പോകുന്നു. യൂണിവേഴ്സിൻ്റെ മെസ്സേജ് ഇതാണ്. ഇതിലൊരു ന്യൂ ബിഗിനിങ്, റീസ്റ്റാർട്ട് ഉള്ളതായിട്ട് കാണുന്നു. നോ കോണ്ടാക്ട്, ലെസ് കോണ്ടാക്ട്, ബ്രേക്കപ്പ്, എന്ത് ഓൺ ആൻഡ് ഓഫ് സിറ്റുവേഷൻ എന്താണെങ്കിലും ഈ റിലേഷനിൽ ഒരു റീസ്റ്റാർട്ട് ഉണ്ടാകുമെന്ന് തന്നെ യൂണിവേഴ്സ് പറയുന്നു. യൂണിവേഴ്സ് പറയുന്നത് ഈ റിലേഷനിൽ നിങ്ങളൊരു പ്രതീക്ഷ വെച്ചോളൂ എന്ന് തന്നെയാണ്. നിങ്ങൾ പോസിറ്റീവായിട്ട് യൂണിവേഴ്സിനോട് മാനിഫെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് സക്സസ് ആകും എന്ന് തന്നെയാണ് കാണിക്കുന്നത്. നിങ്ങൾ കൊടുത്തിരിക്കുന്ന തോട്ട്സ് എന്താണ്, നിങ്ങളുടെ പേഴ്സൺ വേണം, എത്ര ബുദ്ധിമുട്ട് സഹിച്ചാലും നിങ്ങളുടെ പേഴ്സണെ കൊണ്ടുവരണമെന്നാണ് നിങ്ങൾ ആ വിഷമത്തോടെ നിങ്ങൾ യൂണിവേഴ്സിനോട് പ്രാർത്ഥിച്ചിട്ടുണ്ടാകുക. ആ പ്രാർത്ഥന യൂണിവേഴ്സിൽ എത്തിയിട്ടുണ്ട്. നിങ്ങളുടെ പേഴ്സണെ എത്രയും വേഗം ഇതെല്ലാം മനസ്സിലാക്കി യൂണിവേഴ്സ് കൊണ്ട് തരിക തന്നെ ചെയ്യും. നിങ്ങളുടെ പേഴ്സൺ തിരിച്ചു വന്നിരിക്കും. ഓക്കെ, എൻ്റെ റീഡിങ് ആർക്കെങ്കിലുമൊക്കെ റെസനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒന്ന് അറിയിക്കണേ. ഓക്കെ, താങ്ക് യു.